സ്ട്രെസ് ഉണ്ടാകുന്നു, ഡിപ്രഷൻ വരുന്നു. എന്താ പറയേണ്ടത്, നമ്മൾ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നു, സൈക്കോളജിസ്റ്റുകളെ കാണുന്നു. അതൊക്കെ ഇപ്പോൾ വളരെ വളരെ കോമൺ ആയിട്ടുണ്ട്. അതായത് ഇന്നിപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണുന്നു, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നു, വലിയ മഹാപരാധമൊന്നുമല്ല. കാരണം എന്താ, ശരീരത്തിന് രോഗം വരുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനും രോഗങ്ങൾ വരും, ക്ലേശങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രോപ്പറായിട്ട് ചികിത്സിക്കണം. അതല്ലേ മച്ചുവറായിട്ടൊരു സമൂഹം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്തരം ചിന്തകളൊക്കെ സമീപകാലത്താണ് നമ്മുടെ ഇടയിലോട്ടൊക്കെ അത്ര എത്തിയത്. പക്ഷേ ഈശോ അന്നേ പറഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടോ, അതാണ് ഈശോ എന്ന മാസ്റ്ററിൻ്റെ ഗുണം, ഈശോ എന്ന ഗുരുവിൻ്റെ ഗുണം. നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ സൈക്കോളജിക്കൽ അത്തരം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളുകൾ ഉപയോഗിക്കുന്ന കാറ്റഗറീസ് കർത്താവ് അന്നേ പറഞ്ഞു വെച്ചിരിക്കുക. ഇതാണ് എന്ത് തിന്നുമെന്നും എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാകേണ്ട, ഡോണ്ട് ബി വെറീഡ്, സ്ട്രെസ്ഡ് ഔട്ട് ആകാതെ, ടെൻഷൻ അടിക്കാതെ. ടെൻഷനൊക്കെ കർത്താവ് അന്നേ പറഞ്ഞിരിക്കുക. ആകുലചിത്തരാകേണ്ട, ഈ ലോക ജനതയാണ് അതൊക്കെ അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. അതായത് നിനക്ക് വേണ്ടത് അറിയാവുന്ന, അത് നിനക്ക് തരുന്ന ഒരപ്പ നിനക്കുണ്ട്. അങ്ങനെ ഒരപ്പ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ടെൻഷൻ? ശരിക്കും നമ്മളൊക്കെ വലിയ ആശ്വാസത്തിലേക്ക് വരേണ്ട ഒരു ചിന്തയാണ്. നമുക്കിന്ന് നമ്മുടെ പ്രാർത്ഥന പോലും വലിയ ടെൻഷനാണ്, സ്ട്രെസ്ഡ് ഔട്ട് ആകുക. ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മളങ്ങ് ആർത്തലച്ചു പ്രാർത്ഥിച്ചിട്ടേ നമുക്കങ്ങ് ക്ഷീണമായി പോവുക. എന്തോ ഇങ്ങനെ പിടിച്ചു വാങ്ങിക്കുന്നത് കണക്കാണ് പല പ്രാർത്ഥനാ ശുശ്രൂഷകളും. നമ്മൾ ഈ ഒരു വിചാരം ഉണ്ടായാൽ മതി, നിനക്ക് എന്താ വേണ്ടതെന്ന് നിന്റെ അപ്പായിക്ക് അറിയാം. അങ്ങനെ അറിയാവുന്ന സ്നേഹനിധിയായ ശക്തനായ ദ ഓൾ പവർഫുൾ, ദ മൈറ്റി വൺ, അധികാരമുള്ള ഒരപ്പ ഉള്ളപ്പോൾ ഇനി നിനക്ക് എന്തിനാടാ ടെൻഷൻ? ശരിക്കും നമ്മൾ അങ്ങനെ നമ്മളോട് തന്നെ പറയണം. എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാതിരിക്കണമെന്നല്ല, ഞാനിത് എപ്പോഴും പറയാറുണ്ട്. ഇത് കേൾക്കുന്ന പാടെ ചിലരുടനെ ഇതിൻ്റെ അങ്ങേ അറ്റത്തോട്ട് പോകും. അപ്പായിക്കെല്ലാം അറിയാം, ദൈവത്തിനെല്ലാം അറിയാം, അപ്പം ഇനി പള്ളിയിൽ പോകേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, പുള്ളി നോക്കിക്കോളും. അല്ല, പ്രാർത്ഥന എന്താണെന്നറിയാമോ? ആ അപ്പായുമായുള്ള ബന്ധമാണ്. പ്രാർത്ഥനയാണ് നമുക്ക് ഈ ബലം തരുന്നത്. എൻ്റെ അപ്പ ഉണ്ട്, എനിക്ക് എൻ്റെ അപ്പായെ അറിയാം. പ്രാർത്ഥിക്കാത്ത ഒരാൾ എങ്ങനെ ഈ അപ്പായെ അറിയും? എങ്ങനെ ഈ കോൺഫിഡൻസിലേക്ക് വരും? അതുകൊണ്ട് ആ ബന്ധത്തിലായിരിക്കുക.